ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ. അപ്പം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വലിയ വലിയ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലാണല്ലേ. എന്താണ് ഇപ്പം നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ ആഘോഷം? നിങ്ങൾക്ക് ആർക്ക് പറയാൻ പറ്റും? നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരുനാവായ ക്ഷേത്രത്തിലെ ഭാരതപ്പുഴയുടെ തീരത്ത് മഹാമാഘമേള നടന്നുകൊണ്ടിരിക്കുക അല്ലേ. 12 വർഷത്തിൽ ഒരിക്കലായിരുന്നു അത് നടക്കാറുണ്ടായിരുന്നത്. പിന്നെ കുറേ കാരണവശാൽ അത് നടക്കാണ്ടായിപ്പോയി. ഇപ്പോൾ 250 വർഷങ്ങാനായി അല്ലേ മാഘമേള നടന്നിട്ട്. ഞാനിന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ മാഘമേളയിൽ ഭക്തർ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പാലിക്കേണ്ടത്, അതുപോലെ മാഘമേളയെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം, പിന്നെ മാഘമേളയിൽ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കേരളത്തിൻ്റെ കുംഭമേള എന്നും അറിയപ്പെടുന്നുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ മഹാമാഘമേള തന്നെയാണിത്. കുംഭം വീണ സ്ഥലത്താണ് കുംഭമേള എന്ന് അറിയപ്പെടുന്നത് അല്ലേ. കുംഭം വീണ സ്ഥലം എവിടെയൊക്കെയാണ്? പ്രയാഗ്രാജ്, നാസിക്, ഉജ്ജയിനി, അങ്ങനെ അവിടെയൊക്കെയാണ് കുംഭം വീണ സ്ഥലം. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളെയാണ് കുംഭമേള എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് മഹാമാഘമേളയല്ല, മാഘമേള. ഇനി മഹാമാഘമേള വരും എന്നാണ് പറയപ്പെടുന്നത്. പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം മഹാമാഘമേള ഇനിയുള്ള 2028 ആകുമ്പോഴേക്ക് വരും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഭഗവാന്റെ കാരുണ്യത്താൽ മഹാമാഘമേളയിലും പങ്കുചേരാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ അല്ലേ. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ മാഘമേളയിലേക്ക് ആരൊക്കെ പോയിട്ടുണ്ട്? മാഘമേള തൊഴാൻ വേണ്ടിയിട്ട് 18 മുതൽ, ഈ മാസം 18-ാം തീയതി മുതൽ അടുത്ത മാസം ഫെബ്രുവരി 3-ാം തീയതി വരെയാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ആരൊക്കെ പോയിട്ടുണ്ട് മാഘമേളയ്ക്ക്? എന്തായാലും ഞാൻ പോയിട്ടില്ല. ഞാൻ പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് 3-ാം തീയതിയാണ്. 3-ാം തീയതി പരിസമാപ്തിയാണ് അല്ലേ. മാഘമേളയുടെ പരിസമാപ്തിയുടെ അന്ന് തന്നെയാണ് ഞാൻ പോകാൻ വിചാരിച്ചിരിക്കുന്നത്. അന്നാണ് എല്ലാം കൂടെ ഒന്ന് ഒത്തു വന്ന ദിവസം എനിക്ക്. അപ്പം അന്ന് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അന്ന് നോക്കുമ്പോൾ വളരെ പ്രാധാന്യമുള്ള ദിവസങ്ങളുണ്ട്. 18-ാം തീയതി മുതൽ 3-ാം തീയതി വരെ ഉള്ളതിൽ മാഘമേളയിൽ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളുണ്ട്, ഇടയിലൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. എപ്പോഴൊക്കെയാണ് ഈ മാഘമേളയിൽ പ്രധാനപ്പെട്ട ദിവസങ്ങൾ വരുന്നതെന്നുള്ളത് പറഞ്ഞുതരാം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ എന്ന് വെച്ചാൽ, പ്രധാനപ്പെട്ട ദിവസങ്ങളിലും വലുതായിട്ട് പ്രധാനപ്പെട്ട ദിവസമാണ് 3-ാം തീയതി. അമൃതസ്നാനം എന്നാണ് പറയുക. അന്ന് മകം നക്ഷത്രമാണ്. ഈ മകം നക്ഷത്രത്തോട് അനുബന്ധിച്ചിട്ടാണെന്ന് തോന്നുന്നു, അറിയില്ല. മാമാങ്കം നടന്ന ഇതിലൊക്കെയാണ് മാഘമേള എന്ന ഈ ഉത്സവം ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. മകൻ നക്ഷത്രത്തിന് എന്തോ ഒരു പ്രാധാന്യമുണ്ട്. അപ്പോൾ ആ മകൻ നക്ഷത്രം അന്ന് തന്നെയാണ്. അമൃത സ്നാനവും ഈ ഫെബ്രുവരി 3-ാം തീയതി തന്നെയാണ്. അപ്പോൾ ഞാൻ അന്ന് പോകാമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും പോവാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകണം. പിന്നെ പോകുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, നമ്മുടെ ഈ മാഘമേള തുടങ്ങിയത് ഞാൻ പറഞ്ഞില്ലേ 18-ാം തീയതിയാണെന്ന്. അപ്പോൾ 18-ാം തീയതി തുടങ്ങിയിട്ടുണ്ടെങ്കിലും അവിടെ പുഴയുടെ പാലവും യാഗശാലയും ഒക്കെ നന്നായിട്ട് റെഡിയാവാനുണ്ട്. അത് 23-ാം തീയതിയൊക്കെ ആകുമ്പോൾ അവർ സെറ്റപ്പ് ചെയ്ത് വെക്കുകയുള്ളൂ. ഇപ്പം എൻ്റെ അറിവിൽ, ഞാൻ കേട്ട അറിവിൽ അതൊന്നും ശരിയായിട്ടില്ല. അതങ്ങനെ ശരിയായി വരുന്നേ ഉള്ളൂ. 23-ാം തീയതിയൊക്കെ ആകുമ്പോഴേക്കും അത് സെറ്റാവുമെന്നാണ് കേട്ടത്. ഇപ്പം നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ കടവും തന്നെയാണ് നമുക്ക് കുളിക്കാൻ സാധിക്കുക. ഇനിയിപ്പോൾ 23-നൊക്കെ ആകുമ്പോഴേക്ക് യാഗശാല നിൽക്കുന്ന ആ കടവും തന്നെ നമുക്ക് കുളിക്കാൻ സാധിക്കും. അപ്പം അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പം തന്നെ പോവണ്ട. ഒരു 23-ാം തീയതിയോ അല്ലെ അത് കഴിഞ്ഞിട്ടോ പോകുന്നതായിരിക്കും നല്ലത്. അപ്പം അങ്ങനെ എല്ലാവർക്കും പോകാൻ സാധ്യമാവട്ടെ. പിന്നെ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ഭക്തർ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളും പിന്നെന്താ, ഈ സന്ധ്യാസമയത്ത് പോകുന്നവർ തീർച്ചയായിട്ടും സന്ധ്യാനേരത്ത് അവിടെയുള്ള ആരതി കണ്ട് തൊഴണം കേട്ടോ. നിള ആരതി. വാരണസിയിലൊക്കെ പോയവർക്ക് അറിയാം. ഞാൻ പോയിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരിട്ട് കാണുമ്പോൾ കിട്ടുന്ന സുഖം നമുക്ക് വാരണസി പോകാൻ സാധിച്ചിട്ടില്ലെങ്കിലും നമുക്ക് ഇതാ നിളയുടെ തീരത്ത് ആ ആരതി ഭഗവാന്റെ കാരുണ്യത്താൽ ഒരുക്കി തന്നിട്ടുണ്ട്. ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന ആൾക്കാർ തന്നെയാണ് ആരതി നടത്തുന്നത്. അപ്പം നിള ആരതിയും കൂടെ കാണുക കേട്ടോ. ഈ സന്ധ്യാനേരത്താണ് ഈ നിള ആരതി ഉണ്ടാവുക. അപ്പോൾ അതും എല്ലാവർക്കും കാണാൻ സാധിക്കട്ടെ.
അതുപോലെ മാഘമേളയിലേക്ക് പോകുന്ന ഭക്തർ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ ചെറിയൊരു വിവരണം മാത്രം തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ. തിരുനാവായയിൽ 12 വർഷത്തിലൊരിക്കലാണ് മഹാമാഘമേള നടക്കുന്നത്. സ്ഥലം മലപ്പുറം ജില്ലയിലെ തിരുനാവായ ഭാരതപ്പുഴയുടെ തീരം. ചരിത്രം എന്ന് പറയുന്നത് പണ്ട് മാമാങ്കത്തോട് അനുബന്ധിച്ച് നടന്നിരുന്ന ഈ ഉത്സവം അവസാനമായി നടന്നത് ഏകദേശം 250 വർഷങ്ങൾക്ക് മുമ്പാണ്. പുനരുജ്ജീവനം. വലിയ ഇടവേളയ്ക്ക് ശേഷം 2026 ജനുവരി 18 മുതൽ ഫെബ്രുവരി 3 വരെ മഹാമാഘ മഹോത്സവം തിരുനാവായയിൽ നടക്കുന്നുണ്ട്. ഈ 12 വർഷ ചക്രം പുനഃസ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായി അടുത്ത വലിയ മഹാമാഘം 2028 നടത്താൻ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിളയിലെ പുണ്യസ്നാനം, നിള ആരതി, വൈദിക കർമ്മങ്ങൾ എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ. മാഘമേളയിൽ ഒരു ഭക്തൻ ചെയ്യേണ്ടത് മാനസികവും ആത്മീയവുമായ തയ്യാറെടുപ്പ്. മാഘമേള ഉത്സവമല്ല, തപസ്സാണ് എന്ന ബോധത്തോടെ വരുക. യാത്രയ്ക്ക് മുൻപ് ശുദ്ധമായ ആഹാരം, മദ്യപാനം, ലഹരി വസ്തുക്കൾ ഒഴിവാക്കുക. സാധ്യമെങ്കിൽ ഉപവാസമോ ലഘുഭക്ഷണമോ പാലിക്കുക. മനസ്സിൽ ശുദ്ധി, വിനയം, സഹിഷ്ണുത വളർത്തുക. സ്നാനത്തിന് മുൻപ് നമ്മൾ ചെയ്യേണ്ടത് ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു എന്നത് ജപിക്കുക. എന്നിട്ട് പിതൃസ്മരണ, പുണ്യസ്മരണം ഇതൊക്കെ ചെയ്യുക. സ്നാന സമയത്ത് 3 പ്രാവശ്യം മുങ്ങി ഓം നമോ നാരായണായ അല്ലെങ്കിൽ ഹരേ രാമ ജപം ജപിക്കുക. സ്നാനത്തിന് ശേഷം നനഞ്ഞ വസ്ത്രത്തിൽ തീർത്ഥഭൂമിയിൽ അലഞ്ഞു നടക്കരുത്. വസ്ത്രം മാറ്റി ശുദ്ധി പാലിക്കുക. അതുപോലെ ദാനം ചെയ്യുക. മഹാമാഘമേളയിൽ ദാനമില്ലാതെ സ്നാനം അപൂർണമെന്നാണ് ശാസ്ത്രബോധം. പിന്നീട് അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. അതുപോലെ സന്യാസിമാരുടെ ദർശനം അത് അത്യന്താപേക്ഷിതമാണ്. അവരുടെ അനുഗ്രഹം നേടുക. പിന്നെ പിതൃകർമ്മങ്ങൾ, പിതൃതർപ്പണം, ബലിതർപ്പണം ഇതൊക്കെ ചെയ്യുക. മാഘമേളയിലെ ആത്മാർത്ഥ സന്ദേശം എന്ന് പറയുന്നത് ശരീരം ശുദ്ധമാക്കാൻ സ്നാനം, മനസ്സിനെ ശുദ്ധമാക്കാൻ ദാനം, ആത്മാവിനെ ഉന്നതമാക്കാൻ ധർമ്മം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മാഘമേളയിൽ പ്രധാനപ്പെട്ട ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ജനുവരി 18 ഗുപ്ത നവരാത്രി തുടങ്ങിയിട്ടുണ്ട്. ജനുവരി 30 വിജയദശമി വരുന്നത്. 18 മുതൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ദേവിയെ ആരാധിക്കുക. നമ്മുടെ വർഷങ്ങളിൽ 3 നവരാത്രി ഉണ്ടെന്നാണ് പറയുക. കൃത്യമായിട്ടുള്ള പേരറിയില്ല. നമ്മളൊക്കെ പ്രധാനമായിട്ട് എടുക്കുന്ന നവരാത്രി ചൈത്ര നവരാത്രി എന്നങ്ങാണ്ട് പറഞ്ഞ ഒരു നവരാത്രിയാണ്. നമ്മൾ ഒക്ടോബർ മാസത്തിൽ എടുക്കുന്ന മഹാനവരാത്രി വ്രതമൊക്കെ ഇല്ലേ, അതാണ് നമ്മൾ പ്രധാനമായിട്ട് എടുക്കുന്നത്. പക്ഷേ വർഷങ്ങളിൽ നമ്മൾ പറയപ്പെടുന്നത് 3 നവരാത്രി ഉണ്ടെന്നാണ്. അപ്പോൾ അതിലൊരു നവരാത്രി ഈ ജനുവരി 18 തുടങ്ങിയിട്ടുണ്ട്. 30-ാം തീയതിയാണ് വിജയദശമി വരുന്നത്. അപ്പോൾ എല്ലാവരും ദേവിയെ ആരാധിക്കുക. ദേവിക്ക് പുഷ്പാർച്ചന ചെയ്യുക. ദേവിയെ ആരാധിക്കുക മനസ്സുകൊണ്ട്. ദേവി മഹാത്മ്യം പാരായണം ചെയ്യുക, സഹസ്രനാമം, അതുപോലെ എന്തൊക്കെ നാമങ്ങൾ കൊണ്ടാണോ ഭഗവതിയെ ആരാധിക്കാൻ സാധിക്കുന്നത് അങ്ങനെ ആരാധിക്കുക കേട്ടോ. 30-ാം തീയതിയാണ് വിജയദശമി വരുന്നത്. അപ്പോൾ അതൊരു പ്രത്യേകമായിട്ടുള്ള ദിവസമാണ്. ആ ദിവസങ്ങൾ പിന്നെ ജനുവരി 22-ാം തീയതി ഗണേശ ജയന്തി, ജനുവരി 23 വസന്ത പഞ്ചമി എന്ന് വെച്ചാൽ സരസ്വതി ദേവിയുടെ പിറന്ന നാളായിട്ടാണ് കാണുന്നത്. പിന്നെ രഥസപ്തമി വരുന്നത് ജനുവരി 25-ാം തീയതിയാണ്. ഭീഷ്മ അഷ്ടമി വരുന്നത് ജനുവരി 26-നാണ്. തിരുനാവായ ഏകാദശി അത് പ്രധാനമായിട്ടുള്ളൊരു ദിവസം തന്നെയാണ് ഈ മാഘമേളയിലെ. 27-ാം തീയതിയാണ് തിരുനാവായ ഏകാദശി വരുന്നത്. 29-ാം തീയതി മഹാനന്ദ നവമി. ജയ ഏകാദശിയും ഉണ്ട്. അത് ജനുവരി 31-ാം തീയതിയാണ്. പിന്നെ മാഘപൂർണിമ ഫെബ്രുവരി 1-ാം തീയതിയും. അതുപോലെ 3-ാം തീയതി അമൃത സ്നാനം പ്രധാനപ്പെട്ട ദിവസം. ഫെബ്രുവരി 3-ാം തീയതി മാഘമേള, മകം നക്ഷത്രം, മാഘമഹോത്സവമൊക്കെ നടന്ന ആ ദിവസം 3-ാം തീയതി. അപ്പോൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലാകാത്തവർ എന്തുണ്ടെങ്കിലും ചോദിക്കാം. എനിക്കറിയാമെന്നെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞു തരുന്നതായിരിക്കും. അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും
അറിയാവുന്നവരോട് ചോദിച്ചിട്ട് അതിൻ്റെ ആൻസർ കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. പ്രയാഗ്രാജിലൊക്കെ നടക്കുന്നുണ്ട് ഇപ്പം. നമ്മുടെ കഴിഞ്ഞ വർഷം ഈ ഒരു സമയത്തായിരുന്നു മഹാകുംഭമേള നടന്നത് അല്ലേ. അതുപോലെ ഇതാ മാഘമേളയും നടക്കുന്നുണ്ട്. മാഘമേളയും ഇപ്പം പ്രയാഗ്രാജിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹത്താൽ മാഘമേളയിൽ പങ്കുചേരാൻ സാധിക്കട്ടെ. എല്ലാവരും ഭക്തിസാന്ദ്രമായിട്ട് സ്നാനം ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ, ജയ ശ്രീ, രാധേ രാധേ.